ഹായ്, നമ്മൾ ഇന്നലെ കുറച്ച് ലേറ്റായി എത്താനായിട്ട്. അപ്പോൾ ഇന്ന് വർക്കിനൊന്നും പോയില്ല, കിടന്നങ്ങ് ഉറങ്ങി. ഇപ്പോൾ ഏതാണ്ട് 1 മണിയായിട്ടുണ്ട്, 12 മണി വരെ കിടന്നുറങ്ങി. ഇപ്പോഴാണ് എണീച്ചത്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് നമ്മുടെ റോഡിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇതാ കുറേ കാലമായിട്ട് അന്നെടുത്താണ്, പിന്നെ നമ്മൾ എടുത്തില്ല. കുറച്ച് കാലമായി ഇപ്പോൾ ഇങ്ങനെ തന്നെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നു. അപ്പോൾ ഇവനെ ഒന്ന് ഇളക്കാനും കൂടി വേണം. എന്നിട്ട് നമുക്ക് മെല്ലെ പുറമേയുള്ള നമ്മുടെ ഇതുവരെയുള്ള റോഡിൻ്റെ വർക്കൊക്കെ കാസർഗോഡ് ഏരിയയിലൊക്കെ എന്തായി എന്നറിയാം. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇവിടെ ചളിയായതുകൊണ്ട് നമ്മൾ താറിൻ്റെ വേശിലിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് മെല്ലെ വിടാം കേട്ടോ. ഇപ്പോൾ കഴിച്ച് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നൊരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സൈഡിലായിട്ട് വേറെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ JCB എടുത്ത് പോകുന്ന വഴിയാണ് കേട്ടത്. ഇതുവഴി ഇങ്ങനെ ഇറങ്ങി നമ്മുടെ ഹൈവേയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതവിടെ ചെറിയൊരു റോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടുന്ന് ജസ്റ്റ് ഒരു 100 മീറ്റർ അത്രയേ ഉള്ളൂ നമ്മുടെ ഹൈവേയിലുള്ള ദൂരം. നമ്മളിതാ നമ്മുടെ ഹൈവേയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂമിൽ നിന്ന് ഹൈവേയിലോട്ട്. നേരെ സർവീസ് റോഡിൽ പോയി കയറി. നമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേശ്വരം ഭാഗത്താണ് കേട്ടോ. മഞ്ചേശ്വരമാണ് നമ്മുടെ റൂമും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ പുറത്ത് ഏതാണ്ട് നല്ല വെയിലാണ്. ചെറിയ വെയിലൊന്നും അല്ല, അത്യാവശ്യം നല്ല പിടുത്തം വിട്ട രീതിയിലുള്ള വെയിലാണ്. സമയം ഏതാണ്ട് 1 മണി കഴിഞ്ഞ് 2 മണി 2 മണി ആവാറായി. അപ്പോൾ ആ സമയത്തുള്ള വെയിലാണ് ഇപ്പോൾ പുറത്ത് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഫുഡൊന്നും ഇതുവരെ കഴിച്ചില്ല. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് കാസർഗോഡ് ഏരിയയിലൊന്നും പോകാൻ. അപ്പോൾ മഞ്ചേശ്വരം ഏരിയകളിൽ ഏതാണ്ട് ഇതാ സൈഡിൽ ഇപ്പോൾ ഇൻ്റർലോക്കിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ സൈഡായിട്ട് ഇട്ടത് കാണാം. അപ്പോൾ അതാ നമ്മുടെ ഇവിടെ നിന്നാണ്, ഈ ഹോട്ടലിലാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാറ്. അപ്പോൾ ഇവിടുന്ന് വല്ല ഫുഡൊക്കെ കഴിച്ച് നമുക്ക് കാസർഗോഡ് ഏരിയയിലോട്ടൊന്ന് ഇറങ്ങി നോക്കാം. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഹോട്ടല്. ഓക്കെ, നമ്മള് ഉപ്പള പാലത്തിനടുക്ക് എത്തി കേട്ടോ. ഉപ്പള പാലത്തിനടുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയായി നമ്മുടെ റോഡ് കാര്യങ്ങൾ എന്നുള്ളത്. മുസങ്കടി വരെയുള്ള കാഴ്ചകൾ നമ്മൾ ഏതാണ്ട് കണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ ഉപ്പള പാലം മുതൽ അങ്ങോട്ട് ഇപ്പോൾ റോഡ് എന്തൊക്കെയായി, എവിടെ വരെ ഫുള്ളായിട്ട് ഓപ്പണായി എന്നൊക്കെ നമുക്ക് നോക്കാം. ഫൈനൽ ലെവൽ താറിങ് ഒക്കെ ചെയ്ത് വെച്ച സ്ഥലമാണ്. ഇനി ഇതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെയാണ് ഇനി ഇവിടെ വരേണ്ടത്. ഇവിടം വരെ നമ്മുടെ ഫൈനൽ ലെവൽ താറിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഉപ്പള ഗേറ്റിലായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഉപ്പള ഗേറ്റിൻ്റെ അടുത്തുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വർക്ക് ഏതാണ്ട് മൊത്തം സൈറ്റുകളിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ കണ്ടിരുന്ന മലപ്പുറം KNRCLൻ്റെ വർക്കൊക്കെ അവിടെയൊക്കെ ഏതാണ്ട് ഒരുപാട് ഏരിയകളിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2025 ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മുടെ റോഡിൻ്റെ ഏതാണ്ട് പണിയൊക്കെ എല്ലാ റീച്ചിലും ഏതാണ്ട് പണിയൊക്കെ തീരും. എന്നാൽ 25 ലാസ്റ്റ് നമ്മൾക്ക് തീരേണ്ടതാണ്. പക്ഷെങ്കിൽ എങ്ങനെയാണെന്നറിയില്ല. നമ്മുടെ കാലാവസ്ഥയും ബാക്കിയുള്ള റീച്ചുകളും എല്ലാം ഓക്കെ ആണെങ്കിൽ 2025 ലാസ്റ്റിൽ നമ്മുടെ വർക്കൊക്കെ ഏതാണ്ട് ഫുള്ളായിട്ട് റോഡൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ നമ്മുടെ ഉപ്പള മെയിൻ ഗാരേജിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ ഗാരേജിൽ ഇപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ ഉപ്പള ഫ്ലൈ ഓവറിലേക്കാണ് പോയിട്ട് കയറുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ RE1ൻ്റെ വർക്കും അതുപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ സ്ലാബിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ ഇനിയിപ്പോൾ കൈക്കമ്പ ഏരിയയിലും RE1ൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉപ്പള ഫ്ലൈ ഓവറും അതുപോലെ തന്നെ കൈക്കമ്പ അണ്ടർപാസിന് മുകളിൽ കൂടെ ഒരൊറ്റ ഓപ്പൺ ആക്കലായിരിക്കും. ഇതിപ്പോൾ അധികവും തിരക്ക് വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ഉപ്പള ബസ് സ്റ്റാൻഡിനോട് അടുപ്പിച്ച് ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഗൈസ് ഇതാ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ സൈഡിലുള്ള RE1ൻ്റെ വർക്ക് ഇതാണ് ഇത്രത്തോളം ആയിട്ടുണ്ട്. നമ്മളെ മുൻപുള്ള വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. RE1 ഇതാ താഴ്ന്ന നിലയിൽ നിന്ന്
ഇങ്ങനെ മെല്ലെ മെല്ലെ പൊക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എന്താ ഇത്രത്തോളം ഹൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ആര്യവാള്. ഇനിയിപ്പോൾ കറക്റ്റ് ആയ പാലത്തിൻ്റെ അത്രത്തോളം ഹൈറ്റിലേക്ക് നമ്മുടെ ആര്യവാള് പൊങ്ങി വരണം. ഒറ്റയടിക്കത് പെട്ടെന്ന് പൊക്കിക്കൊണ്ടുവരാൻ പറ്റില്ല. അതിൻ്റെതായ ചെറിയ ചെറിയ ക്രമത്തിലൂടെ മാത്രമേ പൊക്കിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്ലൈ ഓവർ ഇതാ സ്ലാബിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. പലയൊക്കെ പറിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്ലാബിൻ്റെ എടുക്കാം. അപ്പോൾ ബാക്കി അങ്ങോട്ടുള്ള മൊത്തം സ്കെല്ലൊക്കെ ഇട്ടിട്ട് ഡീഷട്ടറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്കായി കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ ഒരു ബസ്സും കാര്യങ്ങളൊക്കെ നിർത്തുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബ്ലോക്ക് നമുക്ക് അധികം വരാറുണ്ട്. വൈകുന്നേരമൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ആകുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ഫ്ലൈ ഓവർ ഇതെങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 2 3 4 5 6 സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു. 5 സ്ലാബിൻ്റെ വർക്ക് എന്തായാലും കഴിഞ്ഞു. 6ാമത്തെ സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ പച്ച നെറ്റൊക്കെ വരച്ച് സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് അവിടെയും സ്ലാബിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഈ ഫ്ലൈ ഓവർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഏരിയ മൊത്തം നല്ല തണലാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റാത്ത അത്രയും വെയിലാണ്. നമ്മളിപ്പോൾ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള സർവീസ് റോഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ മൊത്തം പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൊത്തം മണ്ണൊക്കെ അടിച്ച് ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആര്യവണ്ണിലെ വർക്ക് 2 സൈഡിലും, അതുപോലെ തന്നെ ഉപ്പള നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ സൈഡിലും, അതേപോലെ തന്നെ നമ്മുടെ കൈക്കമ്പ അണ്ടർപാസിൻ്റെ സൈഡിലുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൈക്കമ്പ ഏതാണ്ട് ആര്യവണ്ണിലെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ ഏരിയയിലാണ് ഇപ്പോൾ മെയിനായിട്ട് ആര്യവണ്ണിൻ്റെ പണി ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ കൈക്കമ്പ അണ്ടർ പാസേജിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളാണ് കേട്ടോ. നല്ല ഹൈറ്റുള്ള വാളാണ്. അതുകൊണ്ട് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സർവീസ് റോഡിൽ. അപ്പോൾ ഇതുവരെയുള്ള കാഴ്ചകൾ നമ്മളെ ഓരോ വർക്കിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൈക്കമ്പ അണ്ടർ പാസേജ് വരെയുള്ള അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളിപ്പോൾ റോഡ് മാർഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോഴുള്ള എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. കാരണം ഞാനിപ്പോൾ ഇന്ന് വർക്ക് ഡ്യൂട്ടിയിലല്ല, ഞാൻ കാസർഗോഡേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റോഡിലൂടെ പോകുമ്പോൾ കാസർഗോഡ് വരെ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ. കാറും മറ്റു കാര്യങ്ങളൊക്കെ പോകും. വലിയ ബസ്സും കാര്യങ്ങളൊന്നും പോയില്ല. ഇപ്പോൾ നമ്മൾ നയാ ബസാർ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ സർവീസ് റോഡുകളിൽ ബസ് നിർത്തുന്ന പ്രശ്നമുള്ളതുകൊണ്ട് ഇങ്ങനെ ബ്ലോക്കും കാര്യങ്ങളും തന്നെ വരുന്നുണ്ട്. വേറെ പ്രത്യേകിച്ചുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നയാ ബസാർ കഴിഞ്ഞിട്ട് നേരെ മംഗൾപാടി എത്തിയിട്ടുണ്ട്. മംഗൾപാടി വരെ നമ്മുടെ സർവീസ് റോഡിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മംഗൾപാടി നിന്ന് നമ്മൾ വീണ്ടും മെയിൻ ഗാരേജിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വിശാലമായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമ്മുടെ റോഡ്. നമ്മുടെ മെയിൻ റോഡിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരേ പോക്ക് പോവാം. നമ്മൾ വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ തന്നെ ഗിയർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോകണ്ട. ഒറ്റ ഗിയറിൽ ഒരൊറ്റ പോക്ക് പോകാം. പക്ഷെ എന്താ സംഭവിച്ചാൽ ഇതാ അടുത്ത സ്ഥലമെത്തി. നമ്മളെ മംഗൾപാടി പാലത്തിൻ്റെ അടുത്തെത്താറായി. അപ്പോൾ പാലത്തിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും സർവീസ് റോഡിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡൈവേർഷൻ ചെയ്ത് മാറി നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മംഗൾപാടി പാലത്തിൻ്റെ മുകളാണ് എത്തുക. അപ്പോൾ അവിടെ ഇപ്പോൾ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും സർവീസ് റോഡിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. സർവീസ് റോഡിൻ്റെ പണി ഏതാണ്ട് കംപ്ലീറ്റ് ആയതാണ്. അതുകൊണ്ട് ഈ ഡൈവേഷനും കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പോൾ നമ്മുടെ മെയിൻ റോഡിലെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ സർവീസ് റോഡിൽ കൂടിയാണ് വണ്ടികളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരു ടാങ്കർ ലോറി കാണാം. അത് മറ്റേ വെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാങ്കറാണ് കേട്ടോ. ഇതാ ഇവിടെ മംഗൾപാടി പാലത്തിൻ്റെ പണി, സ്ലാബിൻ്റെ പണിയൊക്കെ മൊത്തം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ സൈഡിലായിട്ടുള്ള ചെറിയ ചെറിയ
വർക്കും കൂടി കഴിഞ്ഞാൽ ഈ പാലം ഓപ്പൺ ആവും. അപ്പോൾ അത് വൈകാതെ തന്നെ ഓപ്പൺ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏതാണ്ട് ബന്ദിയോട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ബന്ദിയോട് എത്തുമ്പോൾ തൊട്ട് മുന്നുള്ള സ്ഥലത്ത് ഇതാ വീണ്ടും നമ്മൾ മെയിൻ റോഡിലോട്ട് കയറി. ഇതുവരെയും സർവീസ് റോഡ് കൂടി തന്നെയായിരുന്നു വന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും മെയിൻ റോഡിൽ കൂടെ കയറിയതാ നമ്മുടെ ബന്ദിയോട് ടൗണിൻ്റെ അടുത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബന്ദിയോടുള്ള അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ. മുകളിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ബന്ദിയോട് ടൗണ് മൊത്തം മുകളിലാണ്. നമ്മുടെ മെയിൻ റോഡ് താഴെ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ റോഡിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അണ്ടർ പാസേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഇപ്പോൾ നമ്മുടെ മെയിൻ റോഡിൻ്റെ വർക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നടന്നു വരുന്നുണ്ട്. ഇപ്പുറമൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയ ഒക്കെ ഇപ്പോൾ താറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഫസ്റ്റ് ലെയർ ആയി കഴിഞ്ഞാലുള്ളൂ. ഇനിയിപ്പോൾ സെക്കൻഡ് ലെയർ തേർഡ് ലെയറൊക്കെ വലിക്കാനുണ്ട്. ഇപ്പോൾ ബന്ദിയോട് ടൗണ് കഴിഞ്ഞിട്ട് ഉള്ള ഏരിയ ഇപ്പോൾ രണ്ട് സൈഡും റോഡ് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ നോർമലായിട്ട് ഡൈവേഷൻ ചെയ്ത് അടുത്ത മെയിൻ റോഡിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ മെയിൻ റോഡിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് സൈഡിലും അപ്പുറ സൈഡിൽ കൂടി ഇപ്പോൾ വണ്ടി പോകുന്നുണ്ട്, ഇപ്പുറത്തൂടെയും പോകുന്നുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ ഒരുപാട് ഏരിയകളിൽ റോഡ് മൊത്തം മാറി മറിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൾഫ് സുഹൃത്തുക്കളൊക്കെ ഇനിയിപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ വരരുത്. അതുകൊണ്ട് ഗൾഫിലുള്ള ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള ഈ ഏരിയയിലുള്ള നമ്മുടെ ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഒന്നും മനസ്സിലാവില്ല. ഓരോ ദിവസവും പല രീതിയിലാണ് റോഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മൊത്തം വർക്ക് കഴിഞ്ഞു, അടിപൊളിയാക്കിയിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കി. ഇനി കുറച്ച് ഏരിയകളിൽ ഇപ്പോൾ ലൈറ്റൊക്കെ വെക്കാനുണ്ട്. അപ്പം നമ്മൾ ഏതാണ്ട് ഇപ്പോൾ സിറിയ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. സിറിയ പാലത്തിൻ്റെ അടുത്ത് ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഇനിയിപ്പോൾ കുറേ വർക്ക് നടക്കാനുണ്ട്. താഴെയായിട്ട് ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇറ്റാച്ചൊക്കെ താഴെ കാണാം. ചെറിയൊരു അണ്ടർപാസയാണ്. അപ്പോൾ നല്ല ബ്ലോക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ രണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആ മുന്നിലായിട്ട് നമ്മുടെ അണ്ടർ പാസേജ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. വലിയൊരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ മുന്നിലായിട്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. മൊത്തം പൊടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിസിബിലിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കുമ്പള ഹനുമാൻ ടെമ്പിളിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സർവീസ് റോഡ് കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെറിയ കയറിയ സർവീസ് റോഡാണ്. അപ്പോൾ ഇത്രത്തോളം നമ്മൾ സർവീസ് റോഡിൽ കൂടെ തന്നെയായിരുന്നു വന്നത്. അതിൻ്റെ ഗ്യാപ്പിൽ കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം ഫ്രണ്ടിലായിട്ട് ആ വലിയ വണ്ടി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്യാമറയുടെ മുന്നിൽ ഒന്നും തന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുമ്പളപ്പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കുമ്പളപ്പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പാലം നമ്മൾ ഓപ്പൺ ആക്കി, അതുവഴിയാണ് ഇപ്പോൾ നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ തന്നെ കടന്നു പോകുന്നത്. ഇപ്പം നേരെ മറു സൈഡിലുള്ള വർക്ക് ഇപ്പം നടക്കുന്നുണ്ട്. സ്ലാബിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അവിടെ ഇപ്പോൾ റോഡ് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പം അങ്ങനെയുള്ള വർക്കുകളാണ് ഇപ്പോൾ ഈ കുമ്പളപ്പാലത്തിനടുത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള വർക്ക് ഒരുപാട് ഏരിയ കഴിഞ്ഞു. ഇനിയിപ്പോൾ മെയിൻ റോഡൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പ് മാത്രം ഫില്ലാക്കുന്നത് കൊണ്ടാണ് ക്ലോസ് ആക്കി ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ മൊത്തം അങ്ങോട്ട് ഒറ്റയടിക്ക് ഓപ്പൺ ആവും. ഇവിടെ താഴെ നമ്മുടെ പാലത്തിലേക്കുള്ള റോഡിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്.
നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് നേരത്തെ ചെയ്ത് വെച്ച കുമ്പള പാലത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഈ പാലത്തിന്. നമുക്ക് ഇതുവഴി പോകുന്ന സമയത്ത് നമുക്ക് ഇതൊരു പാലാണ്, പാലത്തിലൂടെയാണ് പോകുന്ന ഒരു ഫീലിംഗ് ഒന്നുമില്ല. അത്രയും വലിയൊരു പാലാണ്. ഏതാണ്ട് കുമ്പള ടൗണിലെത്തി നമ്മള്. അപ്പൊ ഇവിടെ ഇപ്പൊ മെയിനായിട്ടുള്ള പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ റോഡൊക്കെ മെയിൻ റോഡൊക്കെ നമ്മള് നേരത്തെ തന്നെ ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോ കുമ്പള ഈ ഏരിയയിലായിട്ട് ഇപ്പൊ ഒരുപാട് പണി നടക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് പണി നമുക്ക് ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പം നേരെ നമ്മുടെ കുമ്പളയുള്ള അണ്ടർപാസിന്റെ മുകളിലോട്ടേക്ക് പോകുന്ന റോഡിന്റെ പണിയാണ് ഇപ്പം ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആറിയവളിന്റെ പണിയും അങ്ങനത്തെ റോഡിന്റെ ഫോർമേഷൻ വർക്കും അങ്ങനത്തെ ഓരോ വർക്കാണ് ഇപ്പോൾ ഇവിടെ കുമ്പള സൈഡിലായിട്ട് നടക്കുന്നത്. നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. ഇവിടെയും അത്യാവശ്യം ചെറിയ രീതിയിലുള്ള തിരക്കൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ വീണ്ടും ഇതാ സർവീസ് റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മളിപ്പോ കുമ്പളം നിന്നും ഇത്രത്തോളം സർവീസ് റോഡിൽ കൂടി തന്നെയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ കുറച്ച് മുന്നോട്ടായിട്ട് ഇതുവഴി നമ്മൾ വീണ്ടും മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുകയാണ്. അതാ വീണ്ടും നമ്മുടെ മെയിൻ റോഡ് പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ റോഡ് ഒരുപാട് ഏരിയകളിൽ ഇങ്ങനെ ഫുള്ളായിട്ട് പണിയൊക്കെ കഴിഞ്ഞ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഏരിയ നമുക്ക് കവർ ചെയ്ത് കിട്ടും. ഇപ്പം നമ്മൾ വീണ്ടും ഇതാ സർവീസ് റോഡിലേക്ക് കയറി. ഇവിടെ ഇപ്പോൾ കുറച്ച് പണിയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ നമ്മൾ വന്ന വഴിക്ക് നമ്മുടെ ആറിയവളിലെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ട സ്ഥലമാണ്. ഓപ്പോസിറ്റ് റോഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത പരിപാടിയൊക്കെ നടക്കുള്ളൂ. ഇപ്പൊ നമ്മള് മൊഗ്രാല് അണ്ടർപാസേജിന്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. മൊഗ്രാൽ അണ്ടർപാസേജ് കഴിഞ്ഞിപ്പോ ഇവിടെ ഇപ്പോ ആറിയവളിലെ പണി കഴിഞ്ഞു. ഇനിയിപ്പോ ഫ്രിക്ഷൻ സ്ലാബിന്റെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുകളിലേക്ക്. ബാക്കി ഏതാണ്ട് പണിയൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പൊ നമ്മുടെ മൊഗ്രാൽ പാലത്തിന്റെ മുകളിൽ കൂടിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മൊഗ്രാൽ പാലം. നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ട് താഴെക്കൂടെ നമ്മുടെ പഴയ പാലം കടന്നു പോകുന്നുണ്ട്. പക്ഷെ അത് ഇവിടുന്ന് നോക്കിയിട്ട് കാണുന്നില്ല. പഴയ പാലത്തിനെക്കാട്ടും ഹൈറ്റിലാണ് നമ്മുടെ പുതിയ പാലം ഇരിക്കുന്നത്. മൊഗ്രാൽ പാലവും കഴിഞ്ഞുള്ള മുന്നിലുള്ള വ്യൂ ഇതാണ് കേട്ടോ. ഇപ്പൊ രണ്ട് സൈഡിലും റോഡൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ അടിയിൽ കൂടി അണ്ടർപാസേജും ഉണ്ട്. മൊത്തം സ്ട്രീറ്റ് ലൈറ്റിന്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫൈനൽ ലെവൽ താറിങ് മാത്രമേ ഇവിടെ ചെയ്യാനായിട്ടുള്ളൂ. പിന്നെ ലൈനിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ക്രാഷ് ബാരിൻ്റെ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ കുറച്ച് ഏരിയൊക്കെ ഇവിടെ സീബ്ര ലൈൻ്റെ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മുന്നിലായിട്ട് വേറെ ഒരു വണ്ടിയില്ല കേട്ടോ. നമ്മൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നീണ്ടു നിവർന്ന് പരന്ന് കിടക്കുകയാണ് നമ്മുടെ റോഡ്. നമ്മൾ വീണ്ടും ഇതാ ഇവിടെ ഒരു ഡൈവേഷൻ വന്നിട്ടുണ്ട്. വീണ്ടും സർവീസ് റോഡിലേക്ക് കയറുകയാണ്. നമ്മൾ വീണ്ടും സർവീസ് റോഡിലേക്ക് കയറിയപ്പോൾ ഇവിടെ മൊത്തം ഇതാ ഫൈനൽ താറിങ് കഴിഞ്ഞാണ്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഒരു കുലുക്കവും കാര്യമില്ല. നല്ല സുഖസുന്ദരമായിട്ട് അങ്ങോട്ട് പോവാ. അതുപോലെ തന്നെ ദൂരെയായിട്ട് നമ്മുടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ മെയിൻ റോഡ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ കണ്ടോ ഇത്രത്തോളം ആയി കേട്ടോ നമ്മുടെ ഫുട് ഓവർ ബ്രിഡ്ജ്.
അപ്പൊ ഗൈസ് നമ്മള് പോയി നമ്മുടെ ഏരിയാൽ പാലത്തിന്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഏരിയാൽ പാലം ഒക്കെ ഇതാ മൊത്തം അങ്ങോട്ട് ഓപ്പൺ ആയി കേട്ടോ. 2 സൈഡും നമ്മുടെ ഏരിയാൽ പാലമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ താരങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മുടെ CPCRI ചൗക്കി എത്തുമ്പോട്ട് നമ്മുടെ മെയിൻ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിന്റെ അടുത്ത് വരെ നമുക്ക് ഒറ്റ റോഡാണ്. സർവീസ് റോഡിലേക്കൊന്നും മാറി കയറി പോകണ്ട. ഒറ്റ റോഡിൽ ഒരു ഒറ്റ പിടുത്തം 2 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. അപ്പോൾ സർവീസ് റോഡിൽ കൂടെ ഇപ്പം മെയിനായിട്ട് ഈ ബസ്സും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. കാരണം നമ്മുടെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ സർവീസ് റോഡിൽ കൂടെയാണ് പോവേണ്ടത്. മെയിൻ റോഡിൽ വണ്ടി നിർത്തുന്ന പരിപാടിയില്ല. പോക്ക് തന്നെയാണ്. എവിടെയും സൈഡാക്കാനും അങ്ങനത്തെ പരിപാടിയൊന്നും മെയിൻ റോഡിലില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയി അടുക്കത്ത് വയൽ എത്താറായിട്ടുണ്ട്. അടുക്കത്ത് വയലേക്ക് ഏരിയതാ മൊത്തം അങ്ങോട്ട് മറിഞ്ഞിരിക്കുകയാണ്. റോഡൊക്കെ ഇതെല്ലാം ഫുൾ കണ്ടീഷനായി. അപ്പോൾ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ഈ കറന്തക്കാട് മുതൽ സ്റ്റാർട്ടിങ് ചെയ്തിട്ട് നുള്ളിപ്പാടി വരെയുള്ള ഏരിയ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഫ്ലൈ ഓവർ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ കടന്നക്കാട് ഫയർ സ്റ്റേഷൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഫയർ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ സ്റ്റാർട്ടിങ്. ഇപ്പോൾ ഇതാ നമ്മുടെ ഫ്ലൈ ഓവർ ഇതാ അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ താഴെ എത്തി അപ്പോൾ തന്നെ നമുക്കൊരു എനർജി കിട്ടിയ പോലെ. കാരണം എന്ന് വെച്ചാൽ മൊത്തം തണലും കാര്യങ്ങളാണ്. ഒരു വെയിൽ പോലും ഇല്ല. ഒരു വലിയൊരു മരത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോഴത്തെ ഒരു ഫീലിംഗ് ആണ്. കാരണം അതിൻ്റെ ഡിസൈനും അങ്ങനെ തന്നെയാണ്. ഒരൊറ്റ തൂണിൽ ഒരു മരത്തിൻ്റെ മുകളിൽ ശാഖകൾ ഇങ്ങനെ പടർന്ന് നിൽക്കും പോലെ ഒറ്റ തൂണിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് നമ്മുടെ ഫ്ലൈ ഓവർ. ഒന്നും പറയാനില്ല, അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പോൾ കറക്റ്റ് ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെയാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ മുന്നിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഒരുപാട് ഏരിയ നമുക്ക് ഒഴിഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൈവേ ഒക്കെ മൊത്തം മുകളിൽ കൂടി അങ്ങ് കടന്നു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ ഇതുവഴി കടന്നു പോയതാണ്. ഇന്നലെ രാത്രിയായി. മിനിഞ്ഞാന്ന് നമ്മൾ കടന്നുപോയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഇതേ സംഭവം തന്നെയാണ്. ജസ്റ്റ് ഞാൻ ഇതുപോയി കടന്നു പോകുന്നതുകൊണ്ട് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ മൊത്തം വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഏരിയയും കൂടി അതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാ മൊത്തം ഏതാണ്ട് വർക്ക് കഴിഞ്ഞ് വരുന്നത് 80-90% വർക്ക് കഴിഞ്ഞു. ഇതാ ഈ ചെറിയ ഏരിയ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ പണി മൊത്തം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മുടെ അരവന ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇപ്പോൾ കുറച്ച് വർക്കൊക്കെ നടക്കുന്നത്. നമ്മളിപ്പോൾ ടൗണിലോട്ട് എത്താറായിട്ടുണ്ട്. അതിൻ്റെ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മുകളിൽ കൂടെയുള്ള റോഡ് ഫ്ലൈ ഓവർ ഓപ്പണായി കഴിഞ്ഞതിന് ശേഷം താഴേക്ക് മൊത്തം വർക്കും ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പോകുന്ന ഈ ഏരിയ ഒക്കെ മൊത്തം അങ്ങോട്ട് മാറ്റേണ്ട ഏരിയ ആണ്. ഇതൊക്കെ കട്ട് ചെയ്ത് താത്തണം. മണ്ണൊക്കെ ഒഴിവാക്കി നല്ല അടിപൊളിയാക്കി എടുക്കേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈ ഓവർ നോക്കി അങ്ങനെ വളഞ്ഞങ്ങോട്ട് പോകുന്നത് അതൊരു രസം തന്നെയാണ്. ഈ ഫ്ലൈ ഓവർ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫ്ലൈ ഓവർ അല്ല, ഇതിങ്ങനെ വളഞ്ഞ് പോലെ ഇങ്ങനെ കിടക്കുന്ന ഫ്ലൈ ഓവറാണ്. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ടൗണിലായിട്ട് നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിതാ ഇങ്ങനെ പോയി ഏതാണ്ട് കാസർഗോഡ് ടൗണിലെത്തി. ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ട് എത്തിയിട്ടുണ്ട്. മൊത്തം അടിപൊളി മാറി അങ്ങോട്ട് കിടക്കുകയാണ് കേട്ടോ നമ്മുടെ കാസർഗോഡ് ടൗണ്. ഇവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അതിപ്പോൾ നോക്കണ്ട, മഴയൊക്കെ പെയ്ത് അങ്ങനെ പ്രശ്നമായതാണ്. ചെറിയ കുണ്ടക്കൂടെയൊക്കെ നമ്മൾ പോയാലെന്താ, വലിയൊരു സൂപ്പർ റോഡ് നമുക്കായിട്ട് തുറന്നു വരുന്നല്ലേ. ഇപ്പോഴിതാ നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്.
നമ്മുടെ ഫ്ലൈ ഓവർ ഇതാ ഇങ്ങനെ മുകളിലായിട്ട് കാണാം. ഇവിടെ കുറച്ച് അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ കാഞ്ഞങ്ങാട് റൂട്ടിലേക്ക് പോകുന്ന വണ്ടിയും അതുപോലെ തന്നെ ചെങ്കള ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയും ആ ഒരു ജംഗ്ഷനിൽ വന്ന് മുട്ടുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ബ്ലോക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ടിൽ നിങ്ങൾ ആ ഫ്ലൈ ഓവറിൻ്റെ കാഴ്ച ഒന്ന് കണ്ടു നോക്കി. എന്ത് രസമാണല്ലേ നമ്മുടെ ഫ്ലൈ ഓവർ. നീണ്ട് നിവർന്ന് വളഞ്ഞങ്ങോട്ട് കിടക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ടല്ലേ. നമ്മളിപ്പോൾ കാസർഗോഡ് ടൗണിലെത്തി. നമ്മുടെ ഫ്ലൈ ഓവർ ഇതാ മെല്ലെ താഴ്ന്ന് തുടങ്ങി കേട്ടോ. മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഹൈവാസ് ഹിൽസിൻ്റെ മുന്നിലൊക്കെ ഇപ്പോൾ ഇതാ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങി. അവിടെ ബൗണ്ടറി വാളിൻ്റെ പരിപാടിയൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പാർക്കിംഗ് ആവാനാണ് സാധ്യത. കാരണം ഒരുപാട് ഏരിയ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇതാ ഫ്ലൈ ഓവറിനുള്ളിൽ ഒരുപാട് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെ ആയി കേട്ടോ. മൊത്തം വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 വാൾ പാനലൊക്കെ പൊങ്ങി നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ഹൈറ്റിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ പരിപാടി മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. ചെറുങ്ങനെ രീതിയിലുള്ള 6 വാൾ മാത്രമേ അതിന് വേണ്ടി പൊങ്ങി വരാനുള്ളൂ. ബാക്കി ഏതാണ്ട് പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ചെറിയ ഏരിയയിലുള്ള 6 വാളിൻ്റെ വർക്കും കൂടി നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ സ്ലാബിൻ്റെ വർക്കും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവർ മൊത്തത്തിൽ അങ്ങോട്ട് ഓപ്പൺ ആയി കേട്ടോ. അതെന്തായാലും അധികം വൈകാതെ തന്നെ ഓപ്പൺ ആവും.